എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. അല്ല ശ്രീ ഹാഷ്മി, ഒന്നാമത്തെ പ്രശ്നം സഖാവ് ചിത്തരഞ്ജൻ ചാനൽ ചർച്ചയിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുക, അദ്ദേഹം ചാനൽ ചർച്ചയിൽ വന്നിരുന്നത് തന്റെ വാദം ജയിക്കാൻ വേണ്ടി താങ്കളുടെ മണ്ഡലത്തിൽ താങ്കളെ തെരഞ്ഞെടുത്ത ജനങ്ങൾ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ വൈകുന്നേരം വന്നിരുന്ന പച്ച കള്ളം പറയാൻ പാടുണ്ടോ? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഈ ചർച്ച കാണുകയല്ലേ, താങ്കൾ ഇങ്ങനെ കള്ളം പറയാൻ പാടുണ്ടോ? എങ്ങനെയാണ് എന്നിട്ട് നിങ്ങൾ ഈ പച്ചക്കള്ളം നിങ്ങൾ വൈസ് ചാൻസലർ ഒറ്റയാളുടെ പേരല്ലേ നിങ്ങൾ സെർച്ച് കമ്മിറ്റി കൊടുത്തത്? അദ്ദേഹം പറയുന്ന പച്ചക്കള്ളമാണ്. പിണറായി വിജയൻ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഗോപിനാഥ് രവീന്ദ്രന്റെ യോഗ്യത എന്താണ് നിങ്ങൾ ചോദിച്ചു. നിങ്ങൾ ബിന്ദു എന്ന് പറയുന്ന മന്ത്രിയെ നിങ്ങൾ ആക്ഷേപിച്ചു. നിങ്ങൾ ആ മന്ത്രിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ അവരുടെ ഭർത്താവിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? ഇവനിത് ഓവറാക്കും. നിങ്ങൾ അവരെ വ്യക്തിപരമായി ആക്ഷേപിച്ചില്ലേ? ഈ ചർച്ചയിൽ എന്താ കാര്യം? അതിന് വ്യക്തിപരമായി എന്താ ആക്ഷേപമാ? വ്യക്തിപരമായി സഖാവ് ബിന്ദുവിനെതിരെ ഞാൻ ഉന്നയിച്ച ആരോപണം അവർ പ്രൊഫസർ എന്ന ടാഗ് ഉപയോഗിച്ചു. അവർക്ക് യോഗ്യതയില്ലാതെ ഞാൻ ഉന്നയിക്കുന്ന ആരോപണമാണോ? അതല്ല ഉദ്ദേശം. ഞാൻ പിന്നെ ചൂടാണ്ട് ഇല്ല. അവരുടെ വൈസ് പ്രിൻസിപ്പൽ തസ്തിക ഞാൻ ഉന്നയിക്കുന്ന ആരോപണമാണോ? അവരുടെ വൈസ് പ്രിൻസിപ്പൽ തസ്തിക ഞാൻ ഉന്നയിക്കുന്ന ആരോപണമാണോ? വ്യക്തിപരമായി എന്ത് ആരോപണമാണ് ബിന്ദുവിനെതിരെ? വ്യക്തിപരമായി എന്ത് ആക്ഷേപിച്ച്? വസ്തുതാവിരുദ്ധമായി എന്ത് കാര്യമായി ആക്ഷേപമായിട്ട് പറഞ്ഞത്? ഉത്തരം പറ. അത് മന്ത്രിയായി നിങ്ങളുടെ പാർട്ടിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. വേറെ വനിതകളെ നിങ്ങൾ ആക്കിയില്ലല്ലോ. എന്തൊക്കെ നിങ്ങൾ ചോദിക്കുവാൻ ഈ ചർച്ചയിൽ എന്താണ് കാര്യം? അത് എന്റെ വാദമല്ലല്ലോ, നിങ്ങളുടെ പാർട്ടിക്കാരുടെ വാദമല്ലേ? അങ്ങനെയാണെങ്കിൽ ആക്ഷേപിച്ചത് നിങ്ങളുടെ പാർട്ടിക്കാരല്ലേ? തൃശ്ശൂരുള്ള നിങ്ങളുടെ സഖാക്കന്മാരല്ലേ ആക്ഷേപിച്ചത്? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ശ്രീ ഹാഷ്മി, ആദ്യമേ വിനയത്തോടു കൂടി ഞാൻ ഒരു കാര്യം പറയട്ടെ. സഖാവ് ചിത്തരഞ്ജനോട് വേല കയ്യിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിരട്ടാൻ ശ്രമിച്ചു. സഖാവ് ചിത്തരഞ്ജന്റെ വിരട്ടൽ കേട്ടാൽ ഞാൻ 6ാമത്തെ വയസ്സിൽ പോലും പേടിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ആ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. അത് മാത്രമേ പറയാനായിട്ടുള്ളത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായി.